അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സംഖ്യകളെ ക്രമമായിട്ട് ഒരു സീക്വൻസ് ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഖ്യകൾ തമ്മിൽ ഒരു പൊതു വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ സംഖ്യയും ഒന്നാമത്തെ സംഖ്യ ഒന്നാം പദം എന്ന് പറയുന്നത് രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒന്നാം പദത്തിനും രണ്ടാം പദത്തിനും രണ്ടാം പദത്തിനും മൂന്നാം പദത്തിനും ഇങ്ങനെ പൊതുവായിട്ട് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് അങ്ങനെയുള്ള സംഖ്യകളിൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ട് അടുത്ത സംഖ്യ ലഭിക്കുന്ന തരത്തിലുള്ള ശ്രേണിയെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സംഖ്യയെയും നമ്മൾ ഓരോ പദങ്ങൾ അല്ലെങ്കിൽ ഓരോ ടേംസ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സംഖ്യ ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, രണ്ടാമത്തെ സംഖ്യ രണ്ടാം പദം അല്ലെങ്കിൽ സെക്കൻഡ് ടേം, അങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സംഖ്യകളെ ഡിഫറൻസിനെയാണ് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. പൊതു വ്യത്യാസത്തിന് ഡി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഒന്നാം പദത്തിന് എ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംഖ്യകളുടെ 10ാമത്തെ പദമോ 11ാമത്തെ പദമോ 15ാമത്തെ പദമോ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സംഖ്യകളുടെ പദങ്ങളെ നമ്മൾ പദങ്ങളുടെ എണ്ണത്തിൽ എൻ എന്ന ലെറ്ററോട് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്നാം പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ്. അഞ്ച്, 10, 15, 20 എന്ന സംഖ്യകളുടെ ശ്രേണിയെ നമുക്ക് സമാന്തര ശ്രേണിയുണ്ട്. 1, 2, 3, 4 അതേപോലെ ഇരട്ട സംഖ്യകൾ ഒരു സമാന്തര ശ്രേണിയാണ്. 2, 4, 6, 8, 10 ഒറ്റ സംഖ്യകൾക്ക് ഒരു സമാന്തര ശ്രേണിയായിരുന്നു. 1, 3, 5, 7, 9 ഇവയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പറയാം ഓരോ സംഖ്യകൾക്കിടയിലുമുള്ള വ്യത്യാസം 5, 10, 10, 15, 15, 20 ഈ സംഖ്യയുടെ ശ്രേണി എടുക്കുമ്പോൾ ഈ സംഖ്യകൾക്കിടയിൽ ഒരു പൊതുവ്യത്യാസം വരുന്നത് അതിൻ്റെ പൊതുവ്യത്യാസം ഡി എന്ന എണ്ണൽ സംഖ്യകളുടെ പൊതുവ്യത്യാസം 1 ആയിരിക്കും. ഇരട്ട സംഖ്യകളുടെ പൊതുവ്യത്യാസം 2 ആയിരിക്കും. ഒറ്റ സംഖ്യകളുടെ പൊതുവ്യത്യാസവും 2 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പൊതു വ്യത്യാസം ആഡ് ചെയ്തിട്ട് അടുത്ത സംഖ്യ കിട്ടുന്ന തരത്തിൽ സംഖ്യകളെ ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണിയെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസത്തിന് നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് സൂചിപ്പിക്കുന്ന ലെറ്റർ ഡി ആണ്. ഇതിലെ ഓരോ സംഖ്യകളെയും നമ്മൾ ഒന്നാമതുള്ളതിൽ ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം എക്സെട്ര അങ്ങനെയാണ് പറയുന്നത്. ഒന്നാം പദം അഥവാ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 10ാമത്തെയോ 15ാമത്തെയോ പദം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ പദങ്ങളുടെ എണ്ണത്തിനെ എൻ എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാം. പദങ്ങളുടെ എണ്ണം എൻ എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നെങ്കിൽ എന്നാം പദത്തിന് എൻ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്നാം പദം എനും ഒന്നാം പദത്തിന് എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ എൻ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് a + n - 1 d. എൻ എന്നുള്ളത് എന്നാം പദം 10 ആയിരിക്കാം, 12 ആയിരിക്കാം, 20 ആയിരിക്കാം. ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനെയാണ് നമ്മൾ എൻ എന്ന ലെറ്റർ എന്ന് ആ എണ്ണം എത്രാമത്തെയാണോ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് എൻ എന്ന ലെറ്ററിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ശ്രേണിയിൽ 5, 10, 15, 20 എന്ന സംഖ്യയുടെ ശ്രേണിയിൽ 8ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 8ാം പദമാണെങ്കിൽ 8 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എന്നിന് പകരം 8 എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ A8 കണക്കാക്കാൻ a plus n minus 1 8 minus 1 into 3 ആണ് ചെയ്യുന്നത്.
ഇതിൽ എ എന്നുള്ളത് നമുക്ക് ഒന്നാം പദമായിട്ട് പറഞ്ഞു. എ ഈക്വൽ ടു ഫസ്റ്റ് ടേം, ഡി എന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അങ്ങനെയാണെങ്കിൽ എ എഴുതി കാണാൻ ഒന്നാം പദം ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 5 ആയിരുന്നു. ഫസ്റ്റ് ടേം 5 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 5 പ്ലസ് 8 മൈനസ് 8 ആണ് പറയുന്നത്. അപ്പോൾ 8 മൈനസ് 1 പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം ഇവിടെ ചെയ്തിരിക്കുന്നത് 5, 10, 15 എന്നിവയുടെ പൊതുവ്യത്യാസം 5 ആണ്. അതായത് 10ൽ നിന്ന് 5 കുറച്ചാലും 15ൽ നിന്ന് 10 കുറച്ചാലും ആ ടേംസിന്റെ ഇടയിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് പറയുക. അതൊക്കെ 5 ആയിരിക്കും. അതുകൊണ്ട് പൊതുവ്യത്യാസം 5 ആണ്. ഒന്നാം പദം 5 ആണ്. പൊതുവ്യത്യാസവും ഇവിടെ 5 ആണ്. അങ്ങനെയാണെങ്കിൽ എട്ടാം പദം 7 × 5 35 പ്ലസ് 5 ഈക്വൽ ടു നമുക്ക് എത്രാമത്തെ 40 എന്ന് കിട്ടും. അതാണ് ഇത്തരത്തിലാണ് നമ്മൾ എല്ലാം